ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു പിടിക്കുകയാണ്. ജന്തർ മന്ദറിലെ ചരിത്രപ്രസിദ്ധമായ പഴയ പാർട്ടി ഓഫീസ് ഇപ്പോൾ JDUവിൻ്റെ കയ്യിലാണ്. അതാണ് ആദ്യം പിടിച്ചെടുക്കാൻ ലക്ഷ്യം വെക്കുന്നത്. നമുക്കറിയാം, പണ്ട് ഈ രാജ്യത്ത് കോൺഗ്രസിനുണ്ടായിരുന്ന ആധിപത്യം പല പാർട്ടികളും പല ഘട്ടങ്ങളിലായി പിടിച്ചെടുക്കുകയായിരുന്നു. BJP ആണ് അതിലേറെയും ചെയ്തത്. എന്നാൽ കോൺഗ്രസ് എന്ന മഹാപ്രസ്ഥാനത്തിന് രാഷ്ട്രീയ ആധിപത്യം മാത്രമല്ല, ഒരുപാട് ഭൂമിയും സ്ഥാവര ജംഗമ വസ്തുക്കളും ഉണ്ടായിരുന്നു. അതും മറ്റെല്ലാ രാഷ്ട്രീയ പാർട്ടികൾ പല തവണകളിലായി പിടിച്ചെടുക്കുകയാണ് ചെയ്തത്. അതെല്ലാം തിരിച്ചു പിടിക്കുകയാണ് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വത്തിന്റെ ലക്ഷ്യം. അതും നിയമ പോരാട്ടത്തിലൂടെ. രേഖകളെല്ലാം ഹാജരാക്കിയുള്ള ഒരു പോരാട്ടത്തിൽ പല പാർട്ടി ഓഫീസുകളും കടപുഴകും എന്നുറപ്പാണിപ്പോൾ. കാലാകാലങ്ങളായി പാർട്ടിയിലെ പിളർപ്പുൾപ്പെടെയുള്ള കാരണങ്ങളെ തുടർന്ന് കൈമോശം വന്ന വസ്തുവകകളെല്ലാം തിരിച്ചു പിടിക്കുകയാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ ലക്ഷ്യം. അതിനെല്ലാം വിജയസൂചന നൽകുന്ന ഒരു കോടതി വിധിയും കയ്യിലുണ്ട്. അതായത് ബംഗളൂരു റേസ് കോഴ്സ് റോഡിലെ 49,770 ചതുരശ്ര അടി മന്ദിരം അത് JDSൽ നിന്ന് തിരിച്ചു പിടിക്കാൻ സഹായിച്ച 2014 സുപ്രീം കോടതി ഉത്തരവ് അതായുധമാക്കിയാണ് ഇക്കാര്യത്തിൽ ശക്തമായ നിയമ പോരാട്ടത്തിന് കോൺഗ്രസ് ഇറങ്ങിയിരിക്കുന്നത്. വിധി വന്ന് 10 വർഷത്തിന് ശേഷമാണ് ഇത്തരത്തിലൊരു ഫലപ്രദമായ ഇടപെടലുകൾക്ക് പാർട്ടി തയ്യാറെടുക്കുന്നത്. ആ കോടതി വിധി മുൻനിർത്തിക്കൊണ്ട് തന്നെ രാജ്യത്ത് ഏതൊക്കെയിടങ്ങളിൽ ഏതൊക്കെ സമയത്ത് കോൺഗ്രസിന്റെ വസ്തുക്കൾ നഷ്ടപ്പെട്ടിട്ടുണ്ടോ അതെല്ലാം തിരിച്ചു പിടിക്കുകയാണ് പാർട്ടിയുടെ ലക്ഷ്യം. പാർട്ടിയുടെ പുതിയ ദേശീയ ആസ്ഥാനമായ ഇന്ദിരാഭവന്റെ ഉദ്ഘാടന വേദിയിൽ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖർഗെ ഇത് സംബന്ധിച്ച വ്യക്തമായ സൂചനയും നൽകിയിരുന്നു. 1969 കോൺഗ്രസിലുണ്ടായ പിളർപ്പിന് മുൻപ് പാർട്ടിയുടെ ഉടമസ്ഥതയിൽ ഏതൊക്കെയിടങ്ങളിൽ വസ്തുവകൾ ഉണ്ടായിട്ടുണ്ടോ അതെല്ലാം നിയമപ്രകാരം തിരിച്ചു പിടിക്കുകയാണ് പാർട്ടി. ഡൽഹിയിൽ ഉൾപ്പെടെ ഉണ്ടായിരുന്ന ഒട്ടേറെ സ്വത്തുവകകൾ നിയമവ്യവഹാരത്തിന് വിധേയമായിരുന്നു എന്ന് കോൺഗ്രസ് സൂചിപ്പിച്ചതും അതുകൊണ്ട് തന്നെയാണ്. അതെല്ലാം തിരിച്ചു പിടിക്കുന്നതിനുള്ള ഒരു നിയമ പോരാട്ടമാണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. പിളർപ്പിന് മുൻപ് കോൺഗ്രസിന്റെ കൈവശമുണ്ടായിരുന്ന എല്ലാ വസ്തുക്കളും പാർട്ടിയുടേതാണെന്ന് വ്യക്തമാക്കുന്ന ഒരു വിധിയായിരുന്നു 2014 ബംഗളൂരിൽ നിന്ന് വന്നിരിക്കുന്നത്. ബംഗളൂരിലെ ആ വസ്തുവകളെല്ലാം കോൺഗ്രസിന്റെ കയ്യിലേക്ക് തന്നെ തിരിച്ചെത്തിച്ചത് സുപ്രീം കോടതിയാണ് എന്നുള്ളത് വളരെ വിജയ സൂചനയാണ് പാർട്ടിക്ക് നൽകുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ സ്വത്തുവകകൾ തിരിച്ചു പിടിക്കാൻ പാർട്ടി തയ്യാറായി കഴിഞ്ഞുവെന്നാണ് പ്രഖ്യാപനം വന്നിരിക്കുന്നത്. സ്വാതന്ത്ര്യ അനന്തരം കോൺഗ്രസിന്റെ ആസ്ഥാന മന്ദിരം എന്ന നിലയിൽ ചരിത്രമായി മാറിയ ജന്തർ മന്ദർ റോഡിലെ 7ാം നമ്പർ ബംഗ്ലാവാണ് അതിലേറ്റവും പ്രധാനപ്പെട്ടത്. തിരിച്ചു പിടിക്കേണ്ടവയുടെ പട്ടികയിൽ ഒന്നാമതായിട്ടാണ് പാർട്ടി അതിനെ കാണുന്നത്. അവഗണനയെ തുടർന്ന് പഴഞ്ചനായി മാറിയ ആ മന്ദിരത്തിൽ നിലവിൽ JDUവിന്റെ ഓഫീസാണ് പ്രവർത്തിക്കുന്നത്. ഒരു ഡാബ ഉൾപ്പെടെ ചെറിയ ചെറിയ സ്വകാര്യ സംരംഭങ്ങളും അതിനോടൊപ്പം പ്രവർത്തിക്കുന്നുണ്ട്. 1947 7 ലക്ഷത്തോളം രൂപ അന്ന് ചെലവിട്ടാണ് അലഹാബാദ് മന്ദിരത്തിൽ നിന്ന് കോൺഗ്രസ് മന്ദിരം ഇവിടത്തേക്ക് ഓഫീസ് മാറ്റിയത്. അതിന്റെ എല്ലാ രേഖകളും കയ്യിലുള്ള കോൺഗ്രസ് ബംഗളൂരു മോഡലിൽ തിരിച്ചു പിടിക്കാൻ തയ്യാറായി കഴിഞ്ഞു എന്നുള്ളതാണ് പുറത്തുവരുന്ന വിവരം. പോരാട്ടം സുപ്രീം കോടതിയിൽ തന്നെയാണ്. അതോടെ നിതീഷ് കുമാറിന് വേറെ ഓഫീസ് നോക്കേണ്ടി വരും. 1969 പാർട്ടി പിളർന്ന ഘട്ടത്തിൽ ഇന്ദിരാ അനുകൂലികൾ അവകാശവാദം ഉന്നയിച്ചുവെങ്കിലും അന്ന് നിജലിംഗപ്പയുടെ നേതൃത്വത്തിലുള്ള സംഘടനാ കോൺഗ്രസ് ജന്തർ മന്ദർ ഓഫീസ് നിലനിർത്തുകയാണ് ചെയ്തത്. അവർ ജനതാ പാർട്ടിയിൽ ലയിച്ചതോടെ ആ ഓഫീസ് ജനതാ പാർട്ടിയുടെ ആസ്ഥാനമായി മാറി. അതൊന്നും കോടതി വിധിയുടെയോ നിയമത്തിന്റെ പിൻബലത്തിലോ അല്ല. കോട്ട്ല റോഡിലെ ഇന്ദിരാഭവനിലേക്ക് പാർട്ടി പ്രവർത്തനം ഏറെക്കുറെ ഇപ്പോൾ മാറ്റിയെങ്കിലും ദീർഘകാലം പാർട്ടി ആസ്ഥാനമായിരുന്ന അക്ബർ റോഡിലെ 24ാം മന്ദിരവും കൈവശം തുടരുന്നതോടൊപ്പം ഈ ജന്തർ മന്ദറിലെ തങ്ങളുടെ പഴയ ഓഫീസ് തിരിച്ചു പിടിക്കുമെന്നും ഉറപ്പിച്ചിരിക്കുകയാണ് കോൺഗ്രസ് നേതൃത്വം.